ഡോക്ടർ അവൻ സർജറി കഴിഞ്ഞു. എന്നാലും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാ. എന്നാലും എന്റെ മോൻ പഴയപടി ആവില്ലേ സാർ? അയാൾക്ക് ഹെഡ് ഇഞ്ചുറിയാണ് എന്ന് പറഞ്ഞ, അതും സീരിയസ് ഇഞ്ചുറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിലെ ഞരമ്പുകൾ പലതും കട്ടായി പോയിരിക്കുക. അതുകൊണ്ട് തന്നെ ചലനശേഷിയില്ല, സംസാരിക്കാനും കഴിയില്ല. ഇപ്പോൾ കോമാ സ്റ്റേജില്ല. അതിൽ നിന്ന് അയാൾ എപ്പോൾ റിക്കവറായി വരുമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. എനിക്ക് ആൺകുട്ടിയായിട്ട് അവൻ മാത്രമേ ഉള്ളൂ ഡോക്ടറെ. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളത് സ്വയം വരുത്തി വെച്ചതല്ലേ. അയാൾ കാർ കൊണ്ടുപോയി ബൈക്കിൽ ഇടിച്ചിട്ടാ ആ മാർക്കോ ഇവിടെ അഡ്മിറ്റാ. അവിടെ അവൻ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ പാറക്കല്ലെടുത്ത് അവന്റെ തലയിലിട്ടത്. നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, മാർക്കോയുടെ തല്ല് കൊണ്ടിട്ട് ഇവൻ തോമസ് സാറിന് ചികിത്സയിലായിരുന്നു. അവിടുന്നാണ് വണ്ടി എടുത്തോണ്ട് കണ്ണനൊപ്പം പോയത്. കണ്ണനും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്തിനായിരുന്നു അതൊക്കെ? മക്കളെ നിയന്ത്രിക്കണം, അല്ലാതെ അവർക്ക് ആപത്ത് വരുമ്പോൾ നിലവിളിച്ചിട്ടും മറ്റുള്ളവരെ പഴിച്ചിട്ടും ഒരു കാര്യമില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈകളിലാണ്. മാർക്കോയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇതിനേക്കാളും വളരെ മോശമായിരുന്നു അയാളുടെ അവസ്ഥ. പക്ഷേ അവൻ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതവന്റെ മനക്കെട്ടിയും പിന്നെ കായിക ബലവും കൊണ്ടാ. അത്രയൊന്നും ഈ കക്ഷിക്കില്ല. എന്നിട്ടും വേണ്ടാത്ത പണിക്ക് എന്തിനാ നടക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. ശരി, പ്രതാപ, മേഘം വീണല്ലോടാ. മേഘം മാത്രമല്ലല്ലോ അമ്മേ, അവന്റെ കൂടെ ആ മാർക്കോയും വീണില്ലേ. അവനിപ്പോ ഐസിയൂല. പക്ഷെ അവനും വലിയ കുഴപ്പമില്ലെന്നാണല്ലോ അറിഞ്ഞേ. ആ, അവൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? ലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയെങ്കിലും മിനിമം കളയണ്ടേ? നമ്മുടെ മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പം അവൾ ഒരുപാട് സന്തോഷിച്ചതാ. അതിന് പകരം വിട്ടണം. അതെങ്ങനെ നടക്കാനാ പ്രതാപ? അതല്ലേ നമ്മൾ അമ്പലത്തിലേക്ക് പോയപ്പോ അവൾ അവിടെയും വന്നത്. ഓ, അവള് സകല ദൈവങ്ങളെ വിളിച്ചുണർത്തുകയാ. എത്ര ദൈവങ്ങളെ വിളിച്ചുണർത്തിന്ന് പറഞ്ഞിട്ടും അവക്ക് കണ്ണനെ നഷ്ടപ്പെട്ടില്ലേ? ഇനി ഇപ്പൊ തിരിച്ചു പിടിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അവനെ തിരിച്ചു പിടിക്കാനൊന്നും അല്ലമ്മേ. ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുത്തനെ ഇനി അവൾ ആഗ്രഹിക്കത്തില്ല. അവളുടെ ഉന്നം അവന്റെ സ്വത്തില്. ബാക്കി സ്വത്തൂടെ അവൾക്ക് വന്നു ചേരണമെന്നായിരിക്കും അവള് ദൈവത്തിന് മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത്. എടാ, അവളിരിക്കുന്ന കസേര സ്വപ്നം കണ്ടോണ്ട് നടക്കുവാ നമ്മുടെ കൊച്ച്. അതെങ്ങനെയെങ്കിലും നമുക്ക് നേടിക്കൊടുക്കണോടാ. അതിന് പറ്റിയ സാഹചര്യം ഇതാണെന്നാ ഞാൻ പറഞ്ഞേ. മാർക്കോ ആയിരുന്നു അവളുടെ ബലം. അവൻ പുറത്തില്ലെങ്കിൽ അവളെ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരുത്തി ഇവിടെ ഉള്ളപ്പോ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഓ, അവള് കാത് കൂർപ്പിച്ച് നടക്കുക. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്കോടെ അടുത്ത് എത്തിക്കാനായിട്ട്. അവളെ ഒന്ന് ചാർത്തേണ്ട കാര്യമുണ്ട്. ഇപ്പം അഹങ്കാരം അവളുടെ അസ്ഥിയിൽ ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുക. മിക്കവാറും അവളുടെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. അതുപോലെ ഇപ്പൊ എന്റെ അമ്മയുടെ നേർക്ക് നേരെ നിന്ന് അവള് സംസാരിക്കുന്നത്. ഇനിയിപ്പോ ആ വൃത്തികെട്ട കണ്ണന്റെ സപ്പോർട്ടില്ലല്ലോ. അതുകൊണ്ട് അവളെ തല്ലി ഒതുക്കി ഒരു മൂലയ്ക്കെരുതണം.